കേരള യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ 2023 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു 32ാമത്തെ ചോദ്യത്തിൽ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കണ്ടോ, ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ച് കുട്ടികളിൽ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരും ഈ അഡ്ജസ്റ്റ്മെന്റ്സ് അവർ പറയുന്നത് ഭയങ്കര പ്രയാസമായിട്ടാണ് ചോദിച്ചത്. അതായത് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഫൈനൽ അക്കൗണ്ട്സ് അവർക്ക് എളുപ്പമായിട്ടല്ല വന്നതെന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലടോ. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് യഥാർത്ഥത്തിൽ എളുപ്പമാണ്. നമ്മുടെ ഈ ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷം ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് എന്ന് വരെ പറഞ്ഞു പരത്തിയായിരുന്നു. ഒരു മിസ്റ്റേക്കും ഇല്ല. ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ ഒരു ചോദ്യം ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ടെക്സ്റ്റിൽ ഇല്ലാത്ത തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനർത്ഥം ഇത് പ്രയാസമാണെന്നൊന്നും അല്ല, സിമ്പിളാണ്. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ഇട്ടയാള് ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ആക്കാനാണ് നോക്കിയത്. പക്ഷെ പിള്ളേര് ഈ പരിചയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മീനിങ് എന്താണ്, ഇത്തരം ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രോബ്ലം ഞാൻ കൃത്യമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാം. മാത്രവുമല്ല, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രോബ്ലം മാത്രമൊന്നുമല്ല, ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എല്ലാ മൊഡ്യൂൾസും, ഫൈനൽ അക്കൗണ്ട്സും വോയേജും കണ്ടെയ്നറും ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും തുടങ്ങി എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ പ്രധാനപ്പെട്ട തിയറി പോർഷൻസ് പ്രത്യേകമുണ്ട്, റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഈ 2023 ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലം കുറച്ച് കുട്ടികളെ അഡ്ജസ്റ്റ്മെന്റ് കണ്ട് പേടിച്ചത് കൊണ്ട് മാത്രം, ഈ അഡ്ജസ്റ്റ്മെന്റ് എന്തോ ഭയങ്കര സംഭവം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കി തരുവാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. റിവിഷൻ ക്ലാസ്സുകളുണ്ട്, ഇമ്പോർട്ടൻറ്റ് തിയറി പോർഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലേൺ ഈസി ലേൺ എന്ന യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതുകൂടാതെ BRF ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെയും എല്ലാ മൊഡ്യൂൾസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് മാത്തമെറ്റിക്സിൻ്റെയും എല്ലാ മൊഡ്യൂൾസും. അപ്പോൾ അക്കൗണ്ടിങ്ങും ബിസിനസ് മാത്തമെറ്റിക്സും ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഈ 3 സബ്ജക്റ്റും ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഫോൾഡർ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ക്ലാസ് ഓർഡറിൽ തന്നെ കേട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഐറ്റംസ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു പ്രോബ്ലം വന്നാൽ, ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഐറ്റംസും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാനായിട്ടൊരു വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെൻസിൽ എടുത്ത് നമ്മൾ എടുക്കുന്ന ഐറ്റംസ് കൃത്യമായിട്ട് അങ്ങ് ടിക്ക് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഐറ്റംസ് കൃത്യമായിട്ട് ടിക്ക് ചെയ്തിരിക്കണം. മാത്രവുമല്ല, അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണേ, അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് രണ്ടിടത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഡ്യുവൽ ആസ്പെക്റ്റ് ആണല്ലോ, ഡബിൾ എൻട്രി കോൺസെപ്റ്റ് അല്ലേടോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഇമ്പാക്റ്റ് നമുക്ക് രണ്ടിടത്ത് വരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എന്തായാലും രണ്ടിടത്ത് പോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ടിടത്ത് പോസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കാൻ ഇവിടെ ഒരു ക്രോസ്, ദെൻ ഇങ്ങനെ, അതായത് അഡ്ജസ്റ്റ്മെന്റ് രണ്ടിടത്ത് ഇട്ടെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അത് നമ്മൾ ഒരിടത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്യണം പെൻസിൽ എടുത്ത്. ദെൻ അതേ അഡ്ജസ്റ്റ്മെന്റ് മറ്റൊരു സ്ഥലത്തുകൂടി പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ രണ്ടിടത്ത് എഴുതേണ്ടി വരും. അത് രണ്ടാമത്തെ സ്ഥലത്ത് എഴുതുമ്പോൾ പെൻസിൽ എടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്യണം. സോ എല്ലാം കഴിയുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഓരോ സിംഗിൾ ലൈനും വീഴും, സിംഗിൾ ടിക്കും വീഴും. അഡ്ജസ്റ്റ്മെന്റിനകത്തെല്ലാം ഇങ്ങനെ ക്രോസും വീണിരിക്കണം. അപ്പോൾ നമ്മൾ ഐറ്റംസ് മിസ്സായിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചധികം കുട്ടികൾ ചിലപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും, ചില ഐറ്റംസ് ഒക്കെ വിട്ടുപോകാറുണ്ട്. അത് ഒഴിവാക്കാൻ പെൻസിൽ എടുത്ത് ട്രയൽ ബാലൻസിൽ ഐറ്റംസിനകത്ത് ഓരോ ടിക്ക് ഇടണം. എടുത്തു. അഡ്ജസ്റ്റ്മെന്റ് രണ്ടിടത്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം എടുക്കുമ്പോൾ ഒരു വര, അത് രണ്ടാമത് ഒന്നൊരു സ്ഥലത്തും കൂടാം, മറ്റിടത്തും കൂടി എടുക്കുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. അതായത് ആദ്യം എടുക്കുമ്പോൾ തന്നെ ക്രോസ് ചെയ്യരുത്. ഫസ്റ്റ് ഐറ്റം ആദ്യം പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വര, അത് വീണ്ടും രണ്ടാമത് മറ്റൊരു സ്ഥലത്തൂടെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ ടിക്ക് ചെയ്യാവൂ. മനസ്സിലാവുന്നുള്ളൂ? അല്ലാതെ ആദ്യമേ എടുക്കുമ്പോൾ ഇൻറ്റു മാർക്ക് ചെയ്ത് പോകരുത്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഐറ്റംസ് മിസ്സാവില്ല. ഓക്കെ, ഇതാ ഇനി ഓരോ ഐറ്റം നോക്കിക്കോ. ഇതാ ശ്രദ്ധിച്ചോ. ആദ്യം ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ. ദാ ഓപ്പണിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. സെയിൽസ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. റിട്ടേൺ ഇൻവേർട്സ്,
അകത്തേക്ക് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺസ് ആണ്. റിട്ടേൺ ഇൻവേർട്സ് സെയിൽസ് റിട്ടേൺസ് ആണ്. അത് മനസ്സിലാക്കാനായിട്ട് നോക്കി, സെയിൽസിന് ക്രെഡിറ്റ് അല്ലേ, സെയിൽസ് ക്രെഡിറ്റ് അല്ലേ, ഇവിടെ ഡെബിറ്റ് ആണ്. അപ്പോൾ സെയിൽസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരണം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ചുമ്മാ റിട്ടേൺസ് തരും, ചിലപ്പം ഇങ്ങനെ വെറുതെ റിട്ടേൺസും തന്നിട്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഓരോ എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞുതരാം. ചുമ്മാ റിട്ടേൺസ് എന്ന് മാത്രമേ കാണൂ, റിട്ടേൺ എന്ന് മാത്രമേ കാണൂ. ഡെബിറ്റിലും ഒരു എമൗണ്ട് കാണും, ക്രെഡിറ്റിലും ഒരു എമൗണ്ട് കാണുമെങ്കിൽ ഡെബിറ്റിൽ കിടക്കുന്നതാണ് സെയിൽസ് റിട്ടേൺസ്. കാര്യം സെയിൽസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരേണ്ടത്. സെയിൽസ് ക്രെഡിറ്റ് അല്ലേ, സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് അല്ലേ, അപ്പൊ സെയിൽസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഡെബിറ്റ്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ റിട്ടേൺസ് വന്നാൽ, ഡെബിറ്റ് സൈഡിൽ റിട്ടേൺസ് വന്നാൽ അത് സെയിൽസ് റിട്ടേൺസ് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് റിട്ടേൺസ് വരുന്നതെങ്കിൽ, ക്രെഡിറ്റ് സൈഡിലാണ് റിട്ടേൺസ് വരുന്നതെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. കാര്യം പർച്ചേസ് ഡെബിറ്റ് അല്ലേ, പർച്ചേസ് ഡെബിറ്റ് സൈഡിലല്ലേ കിടക്കുന്നത്, അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിട്ടേൺ വരണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റിട്ടേൺസ് എന്നും പറഞ്ഞിട്ട് ഡെബിറ്റിലാണ് കിടക്കുന്നതെങ്കിൽ അത് സെയിൽസ് റിട്ടേൺസ് ആണ്, ക്രെഡിറ്റിലാണ് കിടക്കുന്നതെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺസ് ആണ്. അത് സെയിൽസിൽ നിന്ന് കുറയ്ക്കണം, പർച്ചേസിൽ നിന്ന് കുറയ്ക്കണം, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ കേട്ടോ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ആണ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ആണ്, റിട്ടേൺ ഇൻവേർഡ്സ് സെയിൽസിൽ നിന്ന് കുറയ്ക്കണം, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ആണ്, റിട്ടേൺ ഔട്ട്വേർഡ്സ് പർച്ചേസിൽ നിന്ന് കുറയ്ക്കണം, ഫ്രൈറ്റ് ആൻഡ് കാരീസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റെന്റ് ആൻഡ് ടാക്സസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, സാലറീസ് ആൻഡ് വേജസ് എന്നാണ് ആദ്യത്തെ ഐറ്റം എടുക്കണം, സാലറി എന്നതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ആണ്, ബാങ്ക് ലോൺ ലൈബിലിറ്റി ആണ്, ബാങ്ക് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം ഐറ്റംസ് പറഞ്ഞങ്ങ് പോവാം. പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, മിസലേനിയസ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്, ഡിസ്കൗണ്ട് ഏൺഡ് എന്നാണ്, ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, ഫർണിച്ചർ അസറ്റ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ജനറൽ എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, പോസ്റ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ട്രാവലിംഗ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഐറ്റംസ് ഒന്നും യാതൊരു പ്രശ്നവുമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നത് തന്നെ, കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്നിട്ട് ഞാൻ എൻ്റെ ഉത്തരം കാണിച്ചു തരാം. ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് അഡ്ജസ്റ്റ്മെന്റ് നോക്കിക്കോ. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഇൻക്ലൂഡഡ് എമംഗ്സ്റ്റ് ദ ഡെറ്റേഴ്സ് ഈസ് ₹3,000 ഡ്യൂ ഫ്രം എബ്രഹാം. ഡെറ്റേഴ്സിൽ 3000 എന്ന് പറയുന്നത്, ഡെറ്റേഴ്സിന്റെ എമൗണ്ടിൽ 3000 രൂപ എബ്രഹാമിൻ്റെ നിന്ന് കിട്ടാനുള്ളതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഡെറ്റേഴ്സിൽ 3000 രൂപ എബ്രഹാമിൻ്റെ നിന്ന് കിട്ടാനുള്ളതാണ്. ശരി, അപ്പോൾ എബ്രഹാം എന്ന് പറയുന്ന ആൾ നമുക്ക് 3000 രൂപ തരാനുണ്ട്. ആൻഡ് ഇൻക്ലൂഡഡ് എമംഗ്സ്റ്റ് ക്രെഡിറ്റേഴ്സ് ₹1000 ഡ്യൂ ടു ഹിം. അതായത് ക്രെഡിറ്റേഴ്സിൽ 1000 എന്ന് പറയുന്നത് എബ്രഹാമിന് കൊടുക്കാനുള്ളതാണ്. എബ്രഹാം എന്ന് പറയുന്ന ആളുടെ നിന്ന് നമുക്ക് 3000 രൂപ കിട്ടാനുണ്ട്, 1000 രൂപ കൊടുക്കാനുമുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എബ്രഹാമിൻ്റെ 3000 രൂപ കിട്ടാനുണ്ട്, 1000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ പ്രത്യേകം പറയുന്നത്? നെറ്റ് എഫക്റ്റ് നമുക്ക് 2000 രൂപ കിട്ടാനുണ്ട് എന്ന് അങ്ങ് ആക്കിയാൽ പോരെ. കോമൺ സെൻസ്. എബ്രഹാമിൻ്റെ നമുക്ക് 3000 രൂപ കിട്ടാനുണ്ട്, അത് ഓക്കെയാണല്ലോ, 3000 രൂപ കിട്ടാനുണ്ട്. അപ്പോൾ എബ്രഹാം പറയുവാണ് 3000 രൂപ കിട്ടാനുണ്ട്, എബ്രഹാമിൻ്റെ നമുക്ക് 3000 രൂപ കിട്ടാനുണ്ട്. നമ്മൾ എബ്രഹാമിന് 1000 രൂപ കൊടുക്കാനുണ്ട്. എന്തിനാ 3000 രൂപ വാങ്ങിയിട്ട് അതിൽ നിന്ന് 1000 കൊടുക്കുന്നത്? 2000 വാങ്ങിയാൽ പോരെ. അപ്പം നെറ്റ് എഫക്റ്റ് 2000 രൂപ എബ്രഹാം തരാനുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. എബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് 2000 രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. ചുരുക്കി പറഞ്ഞാൽ 1000 രൂപയുടെ ഡെറ്ററും 1000 രൂപയുടെ ക്രെഡിറ്ററും നമുക്കങ്ങ് ഇല്ലാതാക്കിക്കൂടെ. എബ്രഹാം എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും 3000 രൂപ കിട്ടാനുണ്ട്, 1000 കൊടുക്കാനുണ്ട്. നെറ്റ് എഫക്റ്റ് 1000 രൂപ രണ്ടിയും ഇല്ലാതാക്കിക്കൂടെ. എബ്രഹാം നമുക്ക് തരാനുമില്ല, നമ്മൾ കൊടുക്കാനുമില്ല. 1000 രൂപ അയാൾ നമുക്ക് തരേം വേണ്ട, നമ്മൾ അയാൾക്ക് കൊടുക്കുകയും വേണ്ട, അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. അയാൾ ഇനി 2000 രൂപ തന്നാൽ മതി. ഓക്കെ, അപ്പം 1000 രൂപ ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കാം, 1000 രൂപ ക്രെഡിറ്റേഴ്സിൽ നിന്നും കുറയ്ക്കാം. അതായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. 1000 രൂപ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കണം, 1000 രൂപ
ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഇത് ബാലൻസ് ഷീറ്റ് മാത്രമേ ഈ അഡ്ജസ്റ്റ്മെന്റ് വരത്തുള്ളൂ. ഡെറ്റേഴ്സിൽ നിന്ന് 1000 കുറയുക, ക്രെഡിറ്റേഴ്സിൽ നിന്നും 1000 കുറയ്ക്കുക. അതായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഡെറ്റേഴ്സിൽ നിന്ന് 1000 കുറയ്ക്കണം, ക്രെഡിറ്റേഴ്സിൽ നിന്നും 1000 കുറയ്ക്കണം. ദെൻ അടുത്തത് പരിചയമുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 5% ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡെറ്റേഴ്സിന്റെ 5%മാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ഡെറ്റേഴ്സിന്റെ 5% കണ്ടുപിടിച്ചാൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡെറ്റേഴ്സിന്റെ 5% കണ്ടുപിടിക്കുക, ആ എമൗണ്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ആൻഡ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ആൻഡ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് 2% ഓൺ സൺട്രി ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ 2% ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിട്ട് മാറ്റാൻ പറയുന്നുണ്ട്. ഇവിടാണ് ശ്രദ്ധിക്കേണ്ടത് ഡെറ്റേഴ്സിൽ നിന്ന് കേട്ടോണേ ഡെറ്റേഴ്സിൽ നിന്ന് ഈ കണ്ടുപിടിച്ച പ്രൊവിഷൻ ഉണ്ടല്ലോ 5%, ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ കണ്ടുപിടിച്ചില്ലേ, ആ എമൗണ്ട് ആദ്യം കുറയ്ക്കണം. ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള ഡെറ്റേഴ്സിന്റെ ബാലൻസ് വരുന്ന ഡെറ്റേഴ്സിന്റെ 2%മാണ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഒരിക്കൽ കൂടെ പറയുന്നത് കേൾക്കുക, ഡെറ്റേഴ്സിന്റെ 5% തന്നെയാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. ആ കിട്ടുന്ന എമൗണ്ട് ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം ആദ്യം. ഇപ്പൊ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 24,000 ആണ്. ആദ്യം 24,000ന്റെ 5% 1,200 എന്ന് കിട്ടും. അപ്പൊ 24,000ൽ നിന്ന് 1,200 കുറച്ചിട്ട് ബാക്കി എമൗണ്ടിന്റെ 2%മേ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിട്ട് കണ്ടുപിടിക്കാവൂ. ആ കിട്ടുന്ന എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇത് രണ്ടും, ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റും ഈ ഡിസ്കൗണ്ട്, ഈ 2 എമൗണ്ടും ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും വേണം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ആ പ്രൊവിഷന്റെ എമൗണ്ടും കൂടെ കുറച്ചതിന് ശേഷമുള്ള ഡെറ്റേഴ്സിന്റെ 2%മാണ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വരുന്നത്. അതും കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്യുക. ഈ 2 എമൗണ്ടും ഡെറ്റേഴ്സിൽ നിന്ന് കുറഞ്ഞിരിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയണം. ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന്റെ 10% കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അസറ്റ് സൈഡിൽ ഫർണിച്ചറിൽ നിന്ന് കുറയ്ക്കണം. ഇത് നോക്കിക്കോ, പേഴ്സണൽ പർച്ചേസ് അമൗണ്ട്സ് ₹600 ഇൻക്ലൂഡഡ് ഇൻ ദ പർച്ചേസ് ഡേ ബുക്ക്. അതായത് നമ്മുടെ മുതലാളി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി 600 രൂപയ്ക്ക് എന്തോ വാങ്ങി. പക്ഷെ അയാളത് ബിസിനസിന്റെ പർച്ചേസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങുന്നത് ബിസിനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 600 രൂപ ആദ്യം പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. കാര്യം ഇപ്പോൾ ഇത് പർച്ചേസ് ആയിട്ട് കാണിച്ചിരിക്കുവാണ്, ബിസിനസ്സിലെ പർച്ചേസ് ഡേ ബുക്കിൽ കാണിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ 600 രൂപ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കണം. എന്നിട്ട് ഇത് ഡ്രോയിങ്സ് ആണ്, ഈ ഐറ്റം ഡ്രോയിങ്സ് ആണ്. അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം എടുത്തതിന് തുല്യമാണ്. എടോ, നമ്മൾ എന്തോ ആവശ്യത്തിന്, ബിസിനസ്സിന്റെ മുതലാളി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്തോ വാങ്ങി, എന്നിട്ട് അത് ബിസിനസ്സിന്റെ അക്കൗണ്ടിൽ കാണിച്ചു വെച്ചിരിക്കുവാണ്. നമ്മളത് പർച്ചേസിൽ നിന്നും കുറയ്ക്കണം. എന്നിട്ട് ഡ്രോയിങ്സിനോടൊപ്പം ആഡ് ചെയ്യണം. ഇത് ഡ്രോയിങ്സിന് തുല്യമാണ്. പർച്ചേസിൽ നിന്ന് കുറയണം, ഡ്രോയിങ്സിനകത്ത് ആഡ് ബാക്ക് ചെയ്യണം. ഡ്രോയിങ്സിനകത്ത് ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും. ഡ്രോയിങ്സിനോട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറയുകയോ രണ്ടും ഒന്ന് തന്നെ. നിങ്ങൾ ഡ്രോയിങ്സിൻ്റെയോട് ആഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ടോട്ടലായിട്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയും. അതല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് നേരിട്ട് കുറച്ചാലും മതി, രണ്ടും ഒരേ എഫക്റ്റ് തന്നെ. ഓക്കെ, എന്തായാലും 600 രൂപ ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്യാപിറ്റലിൽ നിന്ന് കുറഞ്ഞോളും. പർച്ചേസിൽ നിന്ന് കുറയ്ക്കുക, ഡ്രോയിങ്സ് ആയിട്ട് അസ്യൂം ചെയ്ത് ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ ദ ഹോൾ ഇയർ. ബാങ്ക് ലോൺ 1 വർഷത്തേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ബാങ്ക് ലോൺ 20,000 ആണ്. ശരി, 6% പലിശ. അപ്പൊ 20,000ന്റെ 6%, 20,000ന്റെ 6% എന്ന് പറയുന്നത് 1,200 ആണ്. 20,000ന്റെ 6% എന്ന് പറയുന്നത് 1,200 ആണ് പലിശ അടയ്ക്കേണ്ടത്. നമ്മൾ എത്ര അടച്ചോള്? 900 അടച്ചോള്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ 1 വർഷത്തേക്ക് തന്നെ അടയ്ക്കണമായിരുന്നു. നമ്മൾ പക്ഷേ 900 അടച്ചോളം എന്ന് പറഞ്ഞാൽ 300 രൂപയും കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റിനോട് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാങ്ക് ഇൻട്രസ്റ്റിന്റെ കൂടെ 300 രൂപ കൂടെ ആഡ് ചെയ്യണം. അത് ലൈബിലിറ്റി ആയിട്ടും കാണിക്കണം. കാര്യം അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ഇവിടെ പറയുന്നത് 1 വർഷത്തേക്ക് നിങ്ങൾ ലോൺ അടയ്ക്കണം. അതായത് 1,200 രൂപ അടയ്ക്കണമായിരുന്നു. നമ്മൾ 900 അല്ലേ അടച്ചോളൂ. അപ്പം 300 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റിലും കാണിക്കണം. ആ 300 രൂപ നമ്മൾ ലൈബിലിറ്റി ആയിട്ടും കാണിക്കണം.
300 രൂപ നമ്മൾ ലൈബിലിറ്റി ആയിട്ടും കാണിക്കണം. അടുത്ത് നോക്കിക്കോ, എ ക്വാർട്ടർ ഓഫ് ദ എമൗണ്ട്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ്. അതായത് ഒരു എമൗണ്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ക്വാർട്ടർ. ഒരു സംഖ്യയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. എ ക്വാർട്ടർ ഓഫ് ദ എമൗണ്ട് ഓഫ് പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഈസ് ടു ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. അതായത് പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ 1/4 എമൗണ്ട്, പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗിന്റെ 1/4 എമൗണ്ട് അടുത്ത വർഷത്തേക്കുള്ളതാണ്. സോ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ ഇവിടെ ആയിരിക്കും. പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ എവിടെ ഇതാണ്ടേ, പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ 4, അതായത് ഡിവൈഡ് ബൈ 4 എടുക്കുക. 14,600 ഡിവൈഡ് ബൈ 4 എടുക്കുക. ആ എമൗണ്ട്, ആ കിട്ടുന്ന എമൗണ്ട് പ്രീപെയ്ഡ് ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് ഈ 14,600 നിന്ന് കുറയണം. അപ്പോൾ 14,600 ഡിവൈഡഡ് ബൈ 4 ആ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് 14,600 നിന്ന് കുറയ്ക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും വേണം. ഇത്രേ പറയുന്നുള്ളൂ. പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന്റെ ക്വാർട്ടർ, അതായത് ഡിവൈഡ് ബൈ 4, ആ എമൗണ്ട് അടുത്ത വർഷത്തേക്കാണെന്ന്. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ആയിട്ട് കുറയ്ക്കണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും വേണം. ഓക്കെ. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് ഒമിറ്റഡ്. 400 രൂപയുടെ പർച്ചേസ് കാണിക്കാൻ വിട്ടുപോയി. അത് സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ക്രെഡിറ്റ് പർച്ചേസ് 400 രൂപ കാണിക്കാൻ വിട്ടുപോയി എന്നുള്ളത് നമ്മൾ പർച്ചേസിൽ കാണിക്കണം. ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ, അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിനോടൊപ്പം ആഡ് ചെയ്യുകയും വേണം. പർച്ചേസിൻ്റെ കൂടെ 400 ആഡ് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൻ്റെ കൂടെയും 400 രൂപ ആഡ് ചെയ്യുക. ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ മറന്നുപോയത്, അപ്പോൾ പർച്ചേസിനകത്തും ആഡ് ആവണം, ക്രെഡിറ്ററിനകത്തും ആഡ് ആവണം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. ഇതാണ് കേസ്. ഓക്കെ. ഈ ഡേറ്റ് ഒക്കെ തെറ്റാട്ടോ, അവർക്ക് വട്ട് പ്രിന്റിംഗ് മിസ്റ്റേക്കാ. നമുക്ക് ആകെ ഒരു ഡേറ്റേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ്റെ നമ്പർ വിട്ടിട്ട് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞോളല്ലേ. ഇതൊക്കെ ലോജിക്കലി ചിന്തിക്കാം. ഒരു ഡേറ്റ് തെറ്റിപ്പോയി, ഞാനിപ്പോൾ എന്താ വിട്ടുകളാ, ഈ 2010 വിട്ടേരാ. അല്ലാതെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിസാര തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും വല്ലതും പറയും. ഗോസിപ്പൊന്നും കേൾക്കല്ലേ. ക്വസ്റ്റ്യനിലെ ചെറിയ മിസ്റ്റേക്കൊന്നും അങ്ങനെ പരിഗണിക്കത്തില്ല. അതൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ഈ ഡേറ്റ് അങ്ങ് കണ്ടിട്ടാണ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആരോ ഗോസിപ്പ് പഠിച്ചിറക്കി ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ഒരു ഡേറ്റ് എന്തോ ഒന്ന് മാറിപ്പോയി, ഒന്ന് പ്രിന്റിംഗ് തെറ്റിപ്പോയി. ഓക്കെ. അതൊക്കെ ലോജിക്കലി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ പറഞ്ഞ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നോക്കിക്കോ, ട്രേഡിംഗ് പി എൽ അക്കൗണ്ട് ആണ്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് പോസ്റ്റ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പർച്ചേസസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറയ്ക്കണം. പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിയ പർച്ചേസും കുറയണം. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഒമിറ്റ് ചെയ്ത് പോയത് ആഡ് ചെയ്യണം. ഞാൻ ഈ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് മൈനസ് ആണ്. എപ്പോഴും അങ്ങനെ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഒരു എമൗണ്ട് ബ്രാക്കറ്റിനകത്താണെങ്കിൽ അത് കുറയ്ക്കണമെന്നാണ്. ഓക്കെ. അപ്പോൾ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺസ് കുറയ്ക്കണം, പേഴ്സണൽ ആവശ്യത്തിനുള്ള പർച്ചേസും കുറയണം. എന്നിട്ട് നമ്മൾ എഴുതാൻ വിട്ടുപോയ ഒമിറ്റ് ചെയ്ത പർച്ചേസ് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പർച്ചേസിൻ്റെ എമൗണ്ട് കിട്ടും. അവിടെ പിന്നെ ഫ്രൈറ്റ് മാത്രമേ ഉള്ളൂ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. 18,600 രൂപ ഫ്രൈറ്റ് പോസ്റ്റ് ചെയ്യുക. സെയിൽസ് എടുക്കുക. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കുക. ക്ലോസിംഗ് സ്റ്റോക്കും പോസ്റ്റ് ചെയ്യുക. ടോട്ടൽ ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് 78,500, 78,500 ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ക്യാരി ഫോർവേഡ് ബ്രോഡൗൺ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെന്റ് ഉണ്ട്, സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 900 കൂടെ ഔട്ട്സ്റ്റാൻഡിങ് 300 ആഡ് ചെയ്ത് 1,200 തന്നെ കാണിക്കണം. കാര്യം ഒരു വർഷത്തേക്കുള്ള ലോണാണ്. ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോൺ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 1,200 ആണ്. സോ 300 രൂപ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. പ്രിന്റിങ്ങിന്റെ കേസ് വരുമ്പോൾ 14,600 നിന്ന് ഡിവൈഡഡ് ബൈ 4, 14,600 ഡിവൈഡ് ബൈ 4 നോക്കിയാൽ മതി, 3,650 വരും. അത് കുറയണം. കാര്യം അത് പ്രീപെയ്ഡ് ആണ്, അത് അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ പ്രിന്റിംഗ് എക്സ്പെൻസിൽ നിന്ന് പ്രീപെയ്ഡ് കുറയണം. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, ജനറൽ എക്സ്പെൻസസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, പോസ്റ്റേജ് ഉണ്ട്, ട്രാവലിംഗ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഡെറ്റേഴ്സിൻ്റെ 5% കണ്ടുപിടിച്ചു. ആ എമൗണ്ട് കുറച്ചതിന് ശേഷമുള്ള 2% ചെയ്തു നോക്കിയാൽ മതി, 456 തന്നെ കിട്ടും. ഡെറ്റേഴ്സിൻ്റെ 5% 1,200, ഡെറ്റേഴ്സിൽ നിന്ന് 1,200 കുറച്ചതിന് ശേഷം വേണം അതിൻ്റെ 2% കാണാൻ, 456. ഡിപ്രീസിയേഷൻ 10% 500 തന്നെ കിട്ടും. 5,000 രൂപയാണ് ഫർണിച്ചർ, അപ്പോൾ അതിൻ്റെ 10% 500. ദെൻ കുറച്ച് ഇൻകം ഉണ്ട്, മിസലേനിയസ് ഇൻകം ഉണ്ട്, ഡിസ്കൗണ്ട് ഏൺഡും ഉണ്ട്.
ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ 35,884 നെറ്റ് പ്രോഫിറ്റ്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. 35,884 നമുക്ക് നെറ്റ് പ്രോഫിറ്റ്. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സും കുറയ്ക്കണം. ഇല്ല പേഴ്സണൽ പർപ്പസിൻ്റെ 600 ഇല്ലേ, ഇവിടെ ഞാനത് നിങ്ങളത് ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഡ്രോയിങ്സ് 40,600 ആയിട്ട് തന്നെ കുറയും. ഞാൻ അങ്ങനെ ചെയ്യാതെ കുറച്ചെന്നേ ഉള്ളൂ. ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്താലും സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും അത് ക്യാപിറ്റലിൽ നിന്ന് കുറയണം. ഈ 600 എന്തായാലും കുറയണം. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് 40,000 ഞാൻ കുറച്ചു, ഇല്ല പേഴ്സണൽ പർച്ചേസിൻ്റെ 600 കുറച്ചു. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ക്രെഡിറ്റേഴ്സിൻ്റെ കേസിൽ ഒരു എബ്രഹാമിനെ അഡ്ജസ്റ്റ് ചെയ്യണം. 1000 രൂപ കുറയണം. എബ്രഹാമിൻ്റെ 1000 രൂപ എബ്രഹാം അഡ്ജസ്റ്റഡ് 1000 രൂപ കുറയണം. ഒമിറ്റ് ചെയ്ത് പോയത്, ക്രെഡിറ്റ് പർച്ചേസ് ഒമിറ്റ് ചെയ്ത് പോയി, എഴുതാൻ മറന്നുപോയി, ആ 400 തിരിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ എബ്രഹാമിന് 1000 രൂപ കുറയ്ക്കുക, 400 രൂപ തിരിച്ച് ആഡ് ചെയ്യുക. ദെൻ ബാങ്ക് ലോൺ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റും കൂടെ എടുക്കണം. ഓക്കെ, ഇവിടെ ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് കുറയ്ക്കണം, ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കുറയ്ക്കണം, എബ്രഹാമിൻ്റെ 1000 രൂപയും കുറയണം. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറയണം, ഡിസ്കൗണ്ട് കുറയണം, എബ്രഹാമിൻ്റെ 1000 രൂപയും കുറയണം. ഓക്കെ, ദെൻ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഫർണിച്ചറിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, ക്യാഷ് ഉണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. കൂട്ടി നോക്കി അത് ടാലി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേസ്. ഇത് ജസ്റ്റ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആദ്യം ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡേറ്റ് എന്തോ ആണ്, ഈ ഒരു ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയെന്ന് കരുതി എങ്ങനെയാണോ ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ നമ്പർ ചിലർ അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഇറങ്ങി വന്നാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന്. സപ്പോസ് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്, ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇരിക്കട്ടെ, അതിനാണ് ഓപ്ഷൻസ് ഉള്ളത്. നിങ്ങളതിനാണ് അത് തന്നെ ചെയ്യുന്നത്. തെറ്റായ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. അങ്ങനൊന്നും അല്ല ലോജിക്ക്. അങ്ങനെയൊക്കെ കുറേ ഗോസിപ്പുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നിട്ട് അത് തന്നെ ചെയ്ത് വെച്ചെന്ന് കരുതി മാർക്ക് കിട്ടില്ല. പിന്നെ ഇവിടെ ഒരു മിസ്റ്റേക്കും ഇല്ലായിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ റീഡ് ചെയ്ത് എടുക്കണമായിരുന്നു. ഓക്കെ, അത് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് നോളജ് വെച്ച് കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പ്രിൻറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ക്വാർട്ടർ എമൗണ്ട് അടുത്ത വർഷത്തേക്ക് മാറ്റേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/4 കണ്ടുപിടിച്ച ആ എമൗണ്ട് പ്രീപെയ്ഡ് ആണെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് കുറയ്ക്കുക, അസറ്റായിട്ട് കാണിക്കുക, ഇങ്ങനെ ചിന്തിച്ചെടുക്കണം. അപ്പോൾ ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ 2023 ഫൈനൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു പ്രോബ്ലം മാത്രമൊന്നും അല്ല ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ. ഇതെല്ലാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾ മൊഡ്യൂൾസ് ഉണ്ട്, BRFൻ്റെ ഓൾ മൊഡ്യൂൾസ് ഉണ്ട്, മാത്തമെറ്റിക്സിൻ്റെ ഓൾ മൊഡ്യൂൾസ് ഉണ്ട്. എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഫോൾഡർ തിരിച്ചിട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഓക്കെ.